ഹലോ ഗായ്സ്, എൻ്റെ പേര് അഖിനേഷ്. ഇത് എൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം ഒരു 12:50 ആയിട്ടുണ്ട്. എനിക്കിന്ന് 3 മണിക്കൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകണം. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് ഇറങ്ങണം. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാം. ഇന്ന് എൻ്റെ ഡോമിൻ്റെ പുറത്ത് പോലും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡോമിൻ്റെ പുറത്തും ഞാൻ ഇവിടുന്ന് ഇറങ്ങി എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി ചെല്ലുന്നത്, പിന്നെ യൂണിവേഴ്സിറ്റി ക്ലാസ് അവിടെ റെക്കോർഡ് ചെയ്യുന്നത് അലൗഡ് ആണെങ്കിൽ അത്, പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ആൻഡ് തിരിച്ചു വരുന്നത്. ഇന്ന് പറ്റുവാണെങ്കിൽ ഷോപ്പിങ്ങിന് പോകണം. കാരണം ഞാൻ വന്ന സമയം തൊട്ട് മൊത്തത്തിൽ റൈസ് മുട്ട തൈര്, അല്ലെങ്കിൽ റൈസ് തൈര് അച്ചാർ, അല്ലെങ്കിൽ പുലിയോഗര എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഒരു കർണാടക അല്ലെങ്കിൽ തമിഴ്നാട് രണ്ടിടത്തും കാണാറുണ്ട് ആ ഒരു റെസിപ്പി. അപ്പോൾ അതിൻ്റെ ഒരു മിക്സ് കിട്ടും. ആ മിക്സ് റൈസിലിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഫുഡാണ്. അപ്പോൾ അത് വെച്ചാണ് ഇത്രയും നാൾ ഞാൻ ഇപ്പോൾ ഓടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും സാധനം കിട്ടുവാണെങ്കിൽ വാങ്ങി കുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വരട്ടെ. ഓക്കെ, ഞാൻ അപ്പോൾ കുളിച്ചിട്ട് വന്നു. ഇതാണ് ഞാനിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്. ഒരു നിവിയ സോഫ്റ്റ് ക്രീം, ഒരു സൺസ്ക്രീൻ. ഇവിടെ വന്നിട്ട് ഒരാവശ്യമില്ലാത്ത സാധനം ഇതാണ്. പിന്നെ 2 ഹെഡ്ഫോൺസ് ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ബാഗ്, ലാപ്ടോപ്പും പിന്നെ ബുക്കും എല്ലാം അതിനകത്തുണ്ട്. സോ ബേസിക്കായിട്ടുള്ള എല്ലാം കവേർഡാണ്. പിന്നെ ബ്ലാക്ക് ഷൂ. ആൻഡ് ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ബ്രൗൺ ടീഷർട്ട്, ഒരു ബ്ലൂ ലൂസ് ഫിറ്റ് ജീൻസ് ആൻഡ് കറുത്ത ഷൂ. ഇപ്പോൾ ഒരു 1 മണിയായി. ഇനി കോളേജിലോട്ട് ഇറങ്ങാം. അപ്പോൾ ഞാൻ ഇറങ്ങി കോളേജിലോട്ട് പോവാണ്. എൻ്റെ 3rd ഫ്ലോറിലാണ് എൻ്റെ ഡോം. ഈ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല. ആ കാണുന്നതാണ് എൻ്റെ ഡോം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ പുറത്ത് ഓപ്പണായിട്ട് വ്ളോഗ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് നേരത്തെയും വ്ളോഗ് ചെയ്ത ശീലമൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്യുന്നെങ്കിൽ ക്ഷമിക്കുക. ഇതാണ് എൻ്റെ ഡോമിൻ്റെ അടുത്തുള്ള സ്ഥലം. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ബ്രിട്ടീഷ് കബാബ് കാണാമോ? അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് പോയി ജോലിക്ക് ചോദിച്ചത്. പക്ഷെ അവിടെ എനിക്ക് ജോലി കിട്ടിയില്ല. കാരണം അവിടെ സ്ലോട്ട്സ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. ബസ് വന്നു, ബസ്സിൽ ആൾക്കാർ കയറുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. പിന്നെ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് എടുക്കുന്ന സാധനം. ഞാൻ ബസ് ഇറങ്ങി കോളേജിൻ്റെ അടുത്തോട്ട് നടക്കുവാണ്. ഇതെൻ്റെ കോളേജിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. ഇതെല്ലാം എൻ്റെ കോളേജിൻ്റെ നിയർ ബൈ സ്ഥലങ്ങളാണ്. എൻ്റെ കോളേജ് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കുക. ഞാൻ എൻ്റെ കോളേജിലെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം. കോളേജ് ആണ് എൻ്റെ കോളേജ്. വരെ എനിക്ക് അകത്ത് പോകേണ്ട ആവശ്യമില്ല.
3 മണിക്കാണ് ക്ലാസ്. അപ്പം ഞാനിവിടെ അടുത്തുള്ളൊരു പാർക്കിലിരിക്കാമെന്ന് വെച്ച്. കാരണം ലൈബ്രറി ഇരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ബാഗും അങ്ങനെയുള്ള സാധനം എല്ലാം പുറത്ത് വെക്കണം. അപ്പം ഞാൻ വിചാരിച്ച് പാർക്കിരിക്കാം. അപ്പം ഞാൻ കയറുമ്പോൾ കാണിച്ചു തരാം. ഹലോ ഗൈസ്, ഞാൻ എൻ്റെ കോളേജിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിൽ വന്നേക്കാണ്. എനിക്ക് ക്ലാസ് തുടങ്ങാൻ ഇനിയും 1 മണിക്കൂറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച ഇവിടെ വന്ന് വെറുതെ ഒന്ന് ചില്ല് ചെയ്തിട്ട് പോകാമെന്ന്. ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമായി. അപ്പോൾ വന്ന സ്ഥിതിക്ക് എന്തായാലും ഒന്ന് ഇതാക്കാമെന്ന് വെച്ച്, കണ്ടിട്ട് പോകാമെന്ന് വെച്ച്. പിന്നെന്താ, ജോബ് സെർച്ച് സ്റ്റിൽ കണ്ടിന്യൂയിങ്. ഇതുവരെ ജോബ് കിട്ടിയില്ല. പക്ഷെ ഞാൻ അന്ന് കണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരു അസർബൈജാൻകാരൻ, പുള്ളിയോട് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു പുള്ളി നേരത്തെ വർക്ക് ചെയ്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു അവിടെ പോയി ചോദിക്കാൻ. അപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ പോയി ചോദിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ കിട്ടിയാൽ നല്ലത്. പിന്നെ മോസ്റ്റ് ഓഫ് ദ സ്ഥലങ്ങളിൽ അവർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ പോളിഷ് അറിയാവുന്നുള്ളതാണ്. അപ്പോൾ പോളിഷ് അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിബഡി യൂസ് ലുക്കിംഗ് ടു കം ടു പോളണ്ട്, ലാംഗ്വേജ് പഠിച്ചിട്ട് വരുന്നത് നിങ്ങൾക്ക് അത്രയും ഒരു നല്ല കാര്യമായിരിക്കും. ഇവിടെ കണ്ടോ പിള്ളേർ മറ്റേ ടോയ് കാർ ഓടിച്ച് കളിക്കുന്നു. ആൻഡ് അതാണ്. പിന്നെ ഞാൻ ഇതേപോലെ ഒരു ദിവസം ഇങ്ങനെ വെറുതെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഞാനൊരു കുട്ടീനെ കണ്ടു. ആ കുട്ടി ഇങ്ങനെ യൂണിസെഫിൻ്റെ യൂണിഫോം ഇട്ടിട്ട് എന്തോ ഡൊണേഷൻസ് സീക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ പോയി ചോദിച്ചു, ഞാനും പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻ്റാണ്, എനിക്കും ഇതേപോലെ ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ അപ്ലൈ ചെയ്യാം അങ്ങനെയെന്ന് പറഞ്ഞു. കുറച്ച് ഡീറ്റെയിൽസ് എടുത്തു. പിന്നെ ആ കുട്ടി എൻ്റെ സെയിം കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസും എടുത്തു. എന്നിട്ട് ഇൻസ്റ്റ ഐ ഡി വാങ്ങി പോയി. പിന്നെ ഈ ജോബ് ഒന്നും ആവാത്ത സ്ഥിതിക്ക് ഞാനാണെങ്കിൽ ആ കുട്ടിയോട് തന്നെ ചോദിച്ചു ഇങ്ങനെ ജോബ് വല്ലതും കിട്ടാൻ ചാൻസ് ഉണ്ടോയെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു പോളിഷ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഡെലിവറി ജോബ്സ് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പോളിഷ് അറിയത്തില്ല, പഠിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ പോളിഷ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഹെൽപ്ഫുൾ ആയേനെ. കാരണം നമുക്ക് സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് പഠിക്കാമല്ലോ. ഒരാൾ ഒരു കമ്പ്യൂട്ടറോ ബുക്കോ നോക്കി പഠിക്കുന്ന പോലെ അല്ലല്ലോ ഒരാൾ പറഞ്ഞു തന്ന് പഠിക്കുന്നത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ആ കുട്ടിക്ക് പോളിഷ് അറിയാം, എന്നെ പഠിപ്പിച്ചു തരാം. വെനസ്ഡേ അല്ല മൺഡേ ഈവനിങ് ഫ്രീ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫ്രീ ആണ്. അപ്പോൾ മൺഡേ ഈവനിങ് തൊട്ട് പഠിപ്പിക്കാൻ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ഹെൽപ്പായി. പിന്നെ ഈ ബാഗിന് നല്ല വെയിറ്റ് ഉണ്ട്, അതാണ് ഞാൻ കൈ മാറ്റിയത്. സോ അങ്ങനെ ഒരു സോ നെറ്റ്വർക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെവിടെ പോയാലും ആൾക്കാരോട് അങ്ങോട്ട് പോയി മിണ്ടി സംസാരിച്ച്, കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് എവിടുന്ന് ഹെൽപ്പ് വരാൻ പോകുന്നതെന്ന്. ജസ്റ്റ് ഇതൊന്ന് ടേൺ ചെയ്യാം. ഞാൻ എൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാലത്തിൽ കൂടെ തിരിച്ച് നടന്നു പോയിരുന്നു. അപ്പം ഞാൻ ഈ സാധനങ്ങൾ കണ്ടു. താഴെ ബോട്ടിങ്ങും മേളിൽ ഇതുപോലത്തെ സാധനം. നമുക്ക് റിയൽ ആൾക്കാരായിട്ട് തോന്നും. ഇത് വിറ്റ്സ്റ്റല റിവറാണ്. ഞാൻ അതിൻ്റെ മേളിൽ ഇങ്ങനെ ഓരോ സംഭവം. ഇപ്പോൾ കോളേജിൽ പോയിട്ട് തിരിച്ച് ഞാൻ നടന്നു വരാമെന്ന് വെച്ചത് എന്തായാലും ഒരു നല്ല തീരുമാനമായി. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കോളേജ് കഴിഞ്ഞ് തിരിച്ച് ഡോർമിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നടക്കുന്നതിൻ്റെ ഇടയിൽ കണ്ട സാധനങ്ങളാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അതിനിടയിൽ ഞാൻ ഒരു സ്ഥലത്ത് കയറിയിട്ട് ജോബിന് ചോദിച്ചു. അപ്പോൾ അവിടെ ഇല്ലായിരുന്നു. അവരെൻ്റെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ഫ്രീ ആകുമ്പോൾ അവിടെ ആവശ്യമുള്ളപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. ഇനി ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ്. അവിടെ ചെന്നിട്ട്
ഞാൻ അതിൻ്റെ സാധനങ്ങളും കാണിക്കാം. ഇത് ഞാൻ നടന്നു പോകുന്നതിനിടയിൽ കണ്ട ഒരു ക്യാസിലാണ്. ക്യാസിലല്ല, എനിക്കൊന്ന് ചേർച്ചാണ്. ലൈക്ക് ഭയങ്കര ഭംഗി എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗി. അതാണ് എനിക്ക് ഇത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നിയത്. ഞാൻ സാധനങ്ങളെടുത്ത് ബില്ല് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. യൂറോപ്പിൻ്റെ തെരുവുകളിൽ കൂടെ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ്. സാധനം വാങ്ങിച്ചു കഴിഞ്ഞു. ഇപ്പം ഞാൻ പുറത്തിറങ്ങി. മൊത്തം 55 സ്ലോട്ടി സംതിങ് ആയി. 55 സ്ലോട്ടി എന്ന് പറയുമ്പോൾ 1000 രൂപയ്ക്ക് അടുത്തായി. കുറേ സാധനം കിട്ടി. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഡോമിൽ ചെന്നിട്ട് എന്തൊക്കെ വാങ്ങിച്ച ഇൻഡിവിജ്വലി എത്ര ആയെന്ന് ഞാനിടാം. ഒരു മണിയായപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയ ഞാൻ 6:50 തിരിച്ച് ഡോർമിലെത്തി. ഇവിടെ ലൈക്ക് ഓരോ എൻട്രൻസിന് മുമ്പിലും 1, 2 എന്നൊക്കെ എഴുതിയപ്പോണ്ട്. അപ്പോൾ എൻ്റെ എൻട്രൻസ് ഗേറ്റ് 3 ഇവിടെയാണ് ഞാൻ കയറേണ്ടത്. ലോക്ക് തുറന്ന് അകത്ത് കയറി റൂമിലേക്ക് പോകുന്നു. എൻ്റെ 3ാമത്തെ നിലയാണ്. എൻ്റെ മുറി ഗൈസ്. എൻ്റെ ബാഗൊന്ന് വെച്ചിട്ട് ഇപ്പോൾ ഗൈസ് ഞാൻ ചെറുതായിട്ടൊന്ന് ഡ്രസ്സ് മാറി. ഞാൻ വാങ്ങിച്ച എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇതൊരെണ്ണം വാങ്ങി. ഇത് ഓഫറിൽ കിട്ടുമായിരുന്നു. പിന്നെ ആക്ച്വൽ വില 4 സ്ലോട്ടി കണ്ടാണ്. ഇത് 2 സ്ലോട്ടിക്ക് കിട്ടി. പിന്നെ റൈസ് വാങ്ങിച്ചു. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന റൈസ്, തീരെ റൈസ് വാങ്ങി. പിന്നെ പച്ചമുളക് വാങ്ങി. കിവി വാങ്ങി. കിവിക്ക് ഭയങ്കര പൈസ കുറവ്. 1 കിലോയ്ക്ക് 22 രൂപ. അപ്പോൾ 4 എണ്ണം എടുത്തു. മുട്ട പൊട്ടിയോ? അയ്യോ, ഇത് മുട്ട പൊട്ടിയില്ല എന്ന് വിചാരിക്കുന്നു. യെസ്, പൊട്ടിയില്ല. പിന്നെ നാരങ്ങ വാങ്ങി. പിന്നെ ഇത് ഫ്രോസൺ വെജിറ്റബിളാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ കണ്ടപ്പോൾ എടുത്തു. വില കുറവായിരുന്നു. 30 രൂപ കണ്ടേ ഉള്ളൂ. 30 രൂപ 40 രൂപ കണ്ടേ ഉള്ളൂ. അത് വാങ്ങി. തക്കാളി വാങ്ങി. ഇത് ബില്ല്. ഇത്രയും സാധനമാണ് ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ കാണിച്ചു തരാം. ഇത് പച്ചമുളക്, നാരങ്ങ, കിവി, ടൊമാറ്റോ, മുട്ട, റൈസ്, കോള.